പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പേപ്പർ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് അധികം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു പേപ്പർ നിർമ്മിച്ചെടുക്കുന്നത്, അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ്, പേപ്പറിലുണ്ടായിരിക്കേണ്ട ഫിസിക്കൽ പ്രോപ്പർട്ടികൾ എന്തെല്ലാമാണ്, കൂടാതെ വ്യത്യസ്തങ്ങളായ പേപ്പറുകൾ ഏതെല്ലാമാണ്, പേപ്പർ ക്ലാസിഫിക്കേഷൻ അതെന്തൊക്കെയുണ്ട്, അതിൻ്റെ തൂക്കത്തിനനുസരിച്ച്, അതുപോലെ തന്നെ അതിൻ്റെ ഘടനയ്ക്കനുസരിച്ച്, അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് വ്യത്യസ്തങ്ങളായി നമുക്ക് പേപ്പറുകളെ വേർതിരിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പേപ്പറിൻ്റെ സൈസുകളാണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, പേപ്പറുകളെ വ്യത്യസ്തങ്ങളായ സൈസുകളായി നമുക്ക് തിരിക്കാൻ സാധിക്കുമെന്ന്. അപ്പൊ എങ്ങനെയാണ് പേപ്പറുകളെ വ്യത്യസ്തങ്ങളായ സൈസുകളായി നമ്മൾ തിരിക്കുക, പെട്ടെന്ന് ഏതെല്ലാം വിധത്തിലാണ് പേപ്പറുകളുടെ തൂക്കം നമ്മൾ കണക്കാക്കുക. അപ്പൊ പേപ്പർ സൈസസ് ആൻഡ് പേപ്പർ വെയിറ്റുകൾ, ഇതിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ക്ലാസിഫിക്കേഷൻ ഓഫ് പേപ്പർ നമുക്കൊന്ന് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പേപ്പറുകളിൽ നമ്മൾ പേപ്പറുകളെ ക്ലാസിഫൈ ചെയ്തു. ബിസിനസ് പേപ്പർ എന്ന് ഒരു കാറ്റഗറിയായി തിരിച്ചു. അതുപോലെ തന്നെ ബുക്ക് പേപ്പർ എന്ന് മറ്റൊരു കാറ്റഗറി തിരിച്ചു. ബ്രിസ്റ്റോൾ പേപ്പർ എന്നൊരു മൂന്നാമതൊരു കാറ്റഗറി നമ്മൾ തിരിച്ചിരുന്നു. കവർ പേപ്പർ എന്ന മറ്റൊരു കാറ്റഗറി ഉണ്ടായി. അതുപോലെ തന്നെ റീസൈക്കിൾഡ് പേപ്പർ, എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ നിലവാരത്തിലുള്ള പേപ്പറുകളായി നമ്മൾ പേപ്പറുകളെ തിരിച്ചു. വളരെ ക്വാളിറ്റിയുള്ള പേപ്പറുകളെ റൈറ്റിംഗ് പേപ്പർ എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. എഴുതാനായിട്ട്, ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകളായിട്ട് അവയെ നമ്മൾ മാറ്റി നിർത്തി. ഇങ്ങനെ ഒരുപാട് രീതികളിൽ നമുക്ക് പേപ്പറുകളെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പേപ്പർ ക്ലാസിഫിക്കേഷനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് പേപ്പർ സൈസുകൾ. സാധാരണഗതിയിൽ പേപ്പറുകളെ രണ്ടായിയാണ് നമ്മൾ, അതായത് രണ്ട് തരത്തിലുള്ള സൈസുകളായാണ് വേർതിരിച്ചെടുക്കുക. ഒന്ന് ഇന്റർനാഷണൽ പേപ്പർ സൈസ്. എന്താണ് ഇന്റർനാഷണൽ പേപ്പർ സൈസുകൾ? രണ്ടാമത്തേത് ഇന്ത്യൻ പേപ്പർ സൈസസ് അല്ലെങ്കിൽ കൺവെൻഷണൽ പരമ്പരാഗത രീതിയിലുള്ള പേപ്പർ സൈസുകൾ. ഇതിന്റെ പ്രകടമായ വ്യത്യാസം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പേപ്പർ സൈസുകൾ അല്ലെങ്കിൽ ISO പേപ്പർ സൈസുകൾ മില്ലിമീറ്ററിലാണ് നമ്മൾ അളന്നെടുക്കുക. എന്നാൽ ഇന്ത്യൻ പേപ്പർ സൈസ് അല്ലെങ്കിൽ കൺവെൻഷണൽ പേപ്പർ സൈസിന് ഇഞ്ച് എന്ന് പറയുന്ന അളവിലാണ് നമ്മൾ അളന്നെടുക്കുക. A സീരീസ്, B സീരീസ്, C സീരീസ് എന്നിങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന A4 ഷീറ്റ് അടക്കം, A4 ഷീറ്റ് നിങ്ങൾ നിരന്തരമായി കൈകാര്യം ചെയ്യുന്ന ഒരു പേപ്പറാണ് A4. ഈ A4 ഷീറ്റ് അടക്കമുള്ളവയെല്ലാം A സീരീസ്, B സീരീസ്, C സീരീസ് ഇവയെല്ലാം ഇന്റർനാഷണൽ അല്ലെങ്കിൽ ISO പേപ്പർ സൈസുകളാണ്. ഡബി, ക്രൗൺ, ഇമ്പീരിയൽ, റോയൽ, ഫുൾസ്കേപ്പ് ഇത്തരത്തിലുള്ള പേപ്പറുകളെയെല്ലാം നമ്മൾ കൺവെൻഷണൽ പേപ്പർ സൈസുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ പേപ്പർ സൈസുകൾ എന്ന് വിളിക്കുന്നു. ഇത് പേപ്പർ സൈസുകളെ കുറിച്ച് നമ്മൾ വിശദമായി നോക്കുന്നുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറയുകയാണ്. പെട്ടെന്ന് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പേപ്പറിന്റെ വെയിറ്റുകളെ കുറിച്ചാണ്. പേപ്പറിന്റെ തൂക്കം കണക്കാക്കുന്നത് എങ്ങനെയാണ്? രണ്ട് രീതിയിലാണ് പേപ്പറിന്റെ തൂക്കങ്ങൾ നമ്മൾ പറയുക. ഒന്ന് എം വെയിറ്റ്, രണ്ട് ബേസിസ് വെയിറ്റ്. ഇത്തരത്തിൽ എങ്ങനെയൊക്കെയാണ് എം വെയിറ്റ് എന്നും എങ്ങനെയൊക്കെയാണ് ബേസിസ് വെയിറ്റ് എന്നും പേപ്പറിനെ വേർതിരിച്ചെടുക്കുന്നത് എന്നുകൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പേപ്പർ സൈസുകളെ കുറിച്ചിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പേപ്പർ സൈസുകൾ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ISO അല്ലെങ്കിൽ ഇന്റർനാഷണൽ പേപ്പർ സൈസുകൾ, രണ്ട് കൺവെൻഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ പേപ്പർ സൈസുകൾ. ഏതൊക്കെയാണ്? ഒന്ന് ISO അല്ലെങ്കിൽ ഇന്റർനാഷണൽ പേപ്പർ സൈസുകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ പേപ്പർ സൈസുകൾ. മറ്റേതാണ് ഇന്ത്യൻ പേപ്പർ സൈസുകൾ അല്ലെങ്കിൽ കൺവെൻഷണൽ പേപ്പർ സൈസുകൾ. സാധാരണഗതിയിൽ ISO അല്ലെങ്കിൽ ഇന്റർനാഷണൽ പേപ്പർ സൈസുകൾ
മില്ലിമീറ്ററിലാണ് അത് സൈസ് അളന്നെടുക്കുക. മില്ലിമീറ്ററിലാണ് അതിൻ്റെ സൈസ് അളന്നെടുക്കുക. ഇത്തരത്തിലുള്ള പേപ്പറുകൾ സാധാരണഗതിയിൽ 3 രീതിയിലായി അല്ലെങ്കിൽ 3 സൈസുകളായി നമ്മൾ വേർതിരിച്ചെടുക്കാറുണ്ട്. അവ എ സീരീസ്, ബി സീരീസ്, സി സീരീസ് എന്നിവയാണ്. എ, ബി, സി സീരീസുകളായി ഇൻ്റർനാഷണൽ പേപ്പർ സൈസുകളെ നമ്മൾ വേർതിരിച്ചെടുക്കാറുണ്ട്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് അളന്നെടുക്കുന്നത് മില്ലിമീറ്ററിലാണ് എന്ന് നമുക്കറിയാം. എ സീരീസ് നമുക്ക് വളരെ സുപരിചിതമായ A4 പേപ്പറുകൾ, A4 ഷീറ്റ് നിങ്ങൾ അടുത്തുള്ള കടയിലൊക്കെ പോയി വാങ്ങുന്നതാണല്ലേ A4 ഷീറ്റുകൾ. A4 അടക്കമുള്ള അല്ലെങ്കിൽ എ സീരീസ് അടക്കമുള്ള, ബി സീരീസ് അടക്കമുള്ള, സി സീരീസ് അടക്കമുള്ള പേപ്പറുകളെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ പേപ്പർ സൈസുകൾ എന്ന് വിളിക്കുന്നത്. ഇൻ്റർനാഷണൽ പേപ്പറുകളിലെ എ സീരീസ് എന്താണെന്ന് നോക്കാം. ഇൻ ദ എ സീരീസ് A0 എന്ന് പറയുന്നത് ഏതാണ്ടാണ്, കൃത്യമല്ല, ഏതാണ്ട് 1 മീറ്റർ സ്ക്വയർ ഉള്ള പേപ്പറായിരിക്കും. ഏതാണ്ട് 1 മീറ്റർ സ്ക്വയർ ഉള്ള പേപ്പറായിരിക്കും. പക്ഷേ ഇത് നമ്മൾ പറയുന്നത് പോലെ കൃത്യമായി സ്ക്വയർ ആയിട്ടൊന്നും ആയിരിക്കില്ല. അതിൻ്റെ ഒരു പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 5:7 എന്ന പ്രപ്പോർഷനിൽ, 5:7 എന്ന പ്രപ്പോർഷനിലായിരിക്കും എ സീരീസ് പേപ്പർ ഉണ്ടാവുക. അതായത് അതിൻ്റെ വിഡ്ത്ത് ലെങ്ത് തമ്മിലുള്ള പ്രപ്പോർഷനാണ് ഞാൻ പറഞ്ഞത് 5:7 എന്ന് വെച്ചാൽ ഏതാണ്ട് 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുക ബുക്കുകൾ, നോട്ടീസുകൾ, പോസ്റ്ററുകൾ മുതലായ വസ്തുക്കൾ അച്ചടിക്കുന്നതിനാണ്. ബുക്കുകൾ അച്ചടിക്കാൻ ഉപയോഗിക്കാറുണ്ട്, നോട്ടീസുകൾ അച്ചടിക്കാൻ ഉപയോഗിക്കാറുണ്ട്, പോസ്റ്ററുകൾ അച്ചടിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ എ സീരീസ് പേപ്പറുകൾ, ഒരു A0 പേപ്പർ, A0യിലാണ് അത് തുടങ്ങുന്നത്. ഒരു A0 പേപ്പർ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 841 മില്ലിമീറ്റർ ടു 1189 മില്ലിമീറ്റർ ആയിരിക്കും അതിൻ്റെ സൈസ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 841 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1189 മില്ലിമീറ്റർ ആയിരിക്കും. ഇത്തരത്തിലുള്ള ഏതാണ്ട് അളവിൽ 1 മീറ്റർ സ്ക്വയർ ഉള്ള പേപ്പറുകളെയാണ് A0, എ സീരീസിലെ A0 പേപ്പറുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓരോ ഫോൾഡും അത് A1 ആയി, A2 ആയി, A3 ആയി, A4 ആയി, A5 ആയി, അത്തരത്തിൽ നമുക്കതിനെ വീണ്ടും വിഭജിക്കാൻ സാധിക്കും. A0 കൃത്യമായി നടുവിലൂടെ അത് മടക്കിയാൽ അത് A1 സൈസായി മാറുന്നു, അടുത്തത് A2 സൈസായി മാറുന്നു. ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന A4 ആക്കാം. വീണ്ടും ഒരു A4നെ വീണ്ടും ഒന്നുകൂടി മടക്കിയാൽ അത് A5 ആയി മാറും. ഇങ്ങനെ എ സീരീസ് പേപ്പറുകൾ A0യിൽ ആരംഭിച്ച് ഏതാണ്ട് A5ൽ അവസാനിക്കുന്ന A0 പേപ്പറാണ് 841 മില്ലിമീറ്റർ മുതൽ 1189 തുടങ്ങുന്ന പേപ്പറുകൾ. ഇതാണ് നമ്മൾ ഇൻ്റർനാഷണൽ പേപ്പർ സൈസസിലെ ഒന്നാമത്തെ കാറ്റഗറിയായ എ സീരീസ് പേപ്പർ. A0യിൽ ആരംഭിച്ച് ഏതാണ്ട് A5ൽ അവസാനിക്കുന്ന ഒരു സീരീസാണ് എ സീരീസ്. ഇൻ്റർനാഷണൽ പേപ്പർ സൈസുകളിലെ അല്ലെങ്കിൽ ISO പേപ്പർ സൈസുകളിലെ രണ്ടാമത്തെ വിഭാഗമാണ് ബി സീരീസ് പേപ്പറുകൾ. എ സീരീസ് പേപ്പറുകൾ പോലെ തന്നെ ബി സീരീസ് പേപ്പറുകളും മില്ലിമീറ്ററിലാണ് നമ്മൾ അളക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് പറയുക മില്ലിമീറ്ററിൽ തന്നെയാണ്. മറ്റൊരു പ്രത്യേകത, എ സീരീസ് പേപ്പറുകളെ നമ്മൾ വ്യത്യസ്തങ്ങളായ അളവുകളാക്കിയതുപോലെ ബി സീരീസ് പേപ്പറുകളെയും B1, B2, B3 എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ അളവുകളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും.
ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് വലിയ മാപ്പുകൾ, ഭൂപടങ്ങൾ അത് നിർമ്മിക്കുന്നതിന്, വലിയ ചാർട്ടുകൾ അച്ചടിക്കുന്നതിന്, അതുപോലെ തന്നെ വലിയ സൈസിലുള്ള പോസ്റ്ററുകൾ ഇവ അച്ചടിക്കുക എന്നതാണ് ബി സീരീസ് പേപ്പറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ B0 ഏറ്റവും വലിയ സൈസാണ് B0 പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1000 മില്ലിമീറ്റർ ഇൻറ്റു 1414 മില്ലിമീറ്റർ എന്നതാണ്. 1000 ഇൻറ്റു 1414 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ എ സീരീസ് പേപ്പറിനേക്കാൾ വലിയ പേപ്പറാണ് ബി സീരീസ് പേപ്പർ. ഇതും ഇൻ്റർനാഷണൽ പേപ്പർ സൈസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വകഭേദമാണ്, അല്ലെങ്കിൽ ഒരു കാറ്റഗറിയാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മാപ്പുകൾ, ചാർട്ടുകൾ, വലിയ പോസ്റ്ററുകൾ മുതലായവ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അന്താരാഷ്ട്ര പേപ്പർ സൈസുകളിലെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പേപ്പർ സൈസുകളിലെ മൂന്നാമത്തെ വിഭാഗമാണ് സി സീരീസ് പേപ്പർ. സി സീരീസ് പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എ സീരീസിനേക്കാൾ വലുതായിരിക്കും, എന്നാൽ ബി സീരീസിൻ്റെ ചെറുതായിരിക്കും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള, എ സീരീസിൻ്റെയും ബി സീരീസിൻ്റെയും ഇടയിലുള്ള പേപ്പർ സൈസാണ് സി സീരീസ് പേപ്പറുകൾ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഓഫീസ് സ്റ്റേഷനറി വർക്കുകൾക്കാണ്, ഓഫീസ് സ്റ്റേഷനറി ആവശ്യങ്ങൾക്കാണ് സി സീരീസ് പേപ്പറുകൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇതിലെ ഒരു C0 പേപ്പറിൻ്റെ അളവ് എന്ന് പറയുന്നത് 917 മില്ലിമീറ്റർ 1297 1297 മില്ലിമീറ്ററാണ്. 1297 ഇൻറ്റു 917 വീതിയും 1297 മില്ലിമീറ്റർ നീളവുമുള്ള വലിയ പേപ്പറാണ് സി സീരീസ് പേപ്പറുകൾ. അപ്പോൾ എ സീരീസിനേക്കാൾ വലുതാണ്, അത് ബി സീരീസിനേക്കാൾ കുറച്ച് ചെറുതാണ്. ഓഫീസ് സ്റ്റേഷനറിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം. അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ISO പേപ്പർ സൈസുകൾ: എ സീരീസ്, ബി സീരീസ്, സി സീരീസ്. എ സീരീസിലെ ഏറ്റവും വലിയ സൈസായ A0 841 മില്ലിമീറ്റർ 1189 മില്ലിമീറ്റർ സൈസ്. രണ്ടാമത്തേത് ബി സീരീസ് ആണ്, 1000 1414 മില്ലിമീറ്റർ സൈസ്. മൂന്നാമത്തേത് സി സീരീസ് 917 1297 മില്ലിമീറ്റർ. ഇതാണ് 3 രീതിയിലുള്ള അന്താരാഷ്ട്ര പേപ്പർ സൈസുകൾ. ഇനി നമുക്ക് എന്താണ് കൺവെൻഷണൽ പേപ്പർ സൈസുകൾ എന്ന് നോക്കാം. സാധാരണഗതിയിൽ കൺവെൻഷണൽ പേപ്പർ സൈസുകൾ ഇന്ത്യൻ പേപ്പർ സൈസുകൾ എന്ന് കൂടി അറിയപ്പെടാറുണ്ട്. കൺവെൻഷണൽ പേപ്പർ സൈസസ് ആർ ഓൾസോ നോൺ ആസ് ഇന്ത്യൻ പേപ്പർ സൈസുകൾ. ഇതിൽ തന്നെ ഇൻ്റർനാഷണൽ പേപ്പർ സൈസസിനെ അപേക്ഷിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് കൺവെൻഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ പേപ്പർ സൈസുകൾ മില്ലിമീറ്ററിന് പകരം ഇഞ്ചിലാണ് നമ്മൾ അളക്കുക. ഒരു ഇഞ്ച് എന്ന കണക്കിലാണ് നമ്മൾ ഈ പേപ്പറിനെ അളന്നെടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ അല്ലെങ്കിൽ കൺവെൻഷണൽ പേപ്പർ സൈസുകൾ എന്ന് പറയുന്നത് ഫുൾ സ്കാപ്പ്, ക്രൗൺ, ഡമ്മി, മീഡിയം, റോയൽ, ഇമ്പീരിയൽ, എലിഫന്റ് എന്നിങ്ങനെയാണ്. ഏതൊക്കെയാണ്? ഫുൾ സ്കാപ്പ് ഉണ്ട്, ക്രൗൺ ഉണ്ട്, ഡമ്മി ഉണ്ട്, മീഡിയം ഉണ്ട്, റോയൽ ഉണ്ട്, ഇമ്പീരിയൽ ഉണ്ട്, എലിഫന്റ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായി നമുക്ക് ഇന്ത്യൻ പേപ്പർ സൈസുകളെ അല്ലെങ്കിൽ കൺവെൻഷണൽ പേപ്പർ സൈസുകളെ നിർവചിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത് അളവ് പറയുക
ഇഞ്ചിലാണ്, മില്ലിമീറ്ററിലല്ല മറിച്ച് ഇഞ്ചിലാണ് ഈ പേപ്പറുകളുടെ അളവ് നമ്മൾ പറയുക. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ള ഓഫ്സെറ്റ് മെഷീനുകളെല്ലാം ഇത്തരത്തിൽ ഈ പേപ്പറുകളുടെ അല്ലെങ്കിൽ കൺവെൻഷണൽ പേപ്പർ സൈസുകളുടെ അളവിലാണ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് മെഷീനുകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. ഡമ്മി മെഷീൻ, ക്രൗൺ സൈസുള്ള മെഷീൻ എന്നൊക്കെ നമ്മൾ മെഷീനുകളെ കുറിച്ച് പറയാറുണ്ട്. ഇനി ഈ ഓരോ പേപ്പറുകളുടെയും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ ഇന്ത്യൻ പേപ്പർ സൈസിൻ്റെയും സൈസുകൾ എത്രയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ഫുൾ സ്കാപ്പാണ് നമുക്ക് ലഭ്യമായ ഏറ്റവും ചെറിയ കൺവെൻഷണൽ പേപ്പർ സൈസാണ് ഫുൾ സ്കാപ്പിൻ്റേത്. ഫുൾ സ്കാപ്പ് പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 13.5 ഇഞ്ച് 17 ഇഞ്ച് എന്നതാണ്. 17 ഇഞ്ച് നീളവും 13.5 ഇഞ്ച് വീതിയുമുള്ള പേപ്പറിനെയാണ് നമ്മൾ ഫുൾ സ്കാപ്പ് പേപ്പറുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ക്രൗണാണ്. 15 ഇഞ്ച് 20 ഇഞ്ച് 15 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളവുമുള്ള പേപ്പറിനെയാണ് നമ്മൾ ക്രൗൺ പേപ്പർ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തേതാണ് ഡമ്മി പേപ്പർ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട ഒരു പേപ്പർ സൈസ് കൂടിയാണ് ഡമ്മി, അതുപോലെ തന്നെ ക്രൗൺ. ഡമ്മി സൈസിലുള്ള മെഷീനുകളാണ് കൂടുതലായും നമ്മൾ അച്ചടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഷീറ്റ് ഫെഡ് പ്രസ്സുകളിൽ ഡമ്മി സൈസുള്ള പേപ്പറുകളായിരിക്കും, ഡമ്മി അല്ലെങ്കിൽ ഡബിൾ ഡമ്മി സൈസുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഒരു ഡമ്മി പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 17.5 ഇഞ്ച് ഇൻറ്റു 22.5 ഇഞ്ചാണ്. 17.5 ഇൻറ്റു 22.5 അല്ലെങ്കിൽ 17.5 ഇൻറ്റു 22.5 ഇഞ്ചാണ് ഒരു ഡമ്മി പേപ്പറിൻ്റെ സൈസ്. അതിന് കുറച്ചുകൂടി വലിയ പേപ്പറാണ് മീഡിയം. 18 ഇഞ്ച് ഇൻറ്റു 23 ഇഞ്ചാണ് ഒരു മീഡിയം പേപ്പറിൻ്റെ വലിപ്പം. ഡമ്മിയേക്കാൾ കുറച്ചുകൂടി വലുതായ 18 ഇൻറ്റു 23 ഇഞ്ച് വലിപ്പം. അടുത്തത് റോയലാണ്. അത് കുറച്ചുകൂടി വലുതാണ്. 20 ഇൻറ്റു 25 ഇഞ്ചാണ് റോയൽ പേപ്പറിൻ്റെ സൈസ്. റോയൽ 20 ഇഞ്ച് ഇൻറ്റു 25 ഇഞ്ച് സൈസ്. അതിന് തൊട്ട് വലിയ പേപ്പറാണ് ഇമ്പീരിയൽ. ഇമ്പീരിയൽ 22 ഇഞ്ച് ഇൻറ്റു 30 ഇഞ്ചാണ് അതിൻ്റെ സൈസ് എന്ന് പറയുക. വലിയ പേപ്പറാണ്. 22 ഇഞ്ച് ഇൻറ്റു 30 ഇഞ്ച് സൈസുള്ള പേപ്പറിനെ നമ്മൾ ഇമ്പീരിയൽ പേപ്പർ സൈസുകൾ എന്ന് പറയും. പിന്നീട് അടുത്ത പേപ്പർ സൈസാണ് എലിഫന്റ്. അതിൻ്റെ ലെങ്ത് വൈസ് കുറച്ച് കുറവാണ്, വിഡ്ത്ത് വൈസ് കുറച്ച് കൂടുതലാണ്. അതായത് 23 ഇൻറ്റു 28 ഇഞ്ചാണ് എലിഫന്റ് പേപ്പറിൻ്റെ സൈസ്. എലിഫന്റ് സൈസ് 23 ഇൻറ്റു 28 ഇഞ്ച്. ഇങ്ങനെ നമുക്ക് കൺവെൻഷണൽ പേപ്പർ സൈസുകളെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഫുൾ സ്കാപ്പ്, ക്രൗൺ, ഡമ്മി, മീഡിയം, റോയൽ, ഇമ്പീരിയൽ, എലിഫന്റ് ഇവയാണ് ഇന്ത്യൻ പേപ്പർ സൈസുകളുടെ അല്ലെങ്കിൽ കൺവെൻഷണൽ പേപ്പർ സൈസുകളുടെ വ്യത്യസ്തങ്ങളായ വകഭേദങ്ങൾ അല്ലെങ്കിൽ കാറ്റഗറികൾ. അടുത്തതായി നമ്മൾ പേപ്പറിൻ്റെ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. GSM നമ്മളിതിന് മുൻപ് കേട്ടിട്ടുണ്ട്. GSM നമ്മൾ പേപ്പറുകളൊക്കെ വാങ്ങുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ A4 ഷീറ്റുകൾ അല്ലെങ്കിൽ വലിയ ഷീറ്റുകളൊക്കെ വാങ്ങുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും 80 GSM, 90 GSM എന്നൊക്കെ, അല്ലെങ്കിൽ 75 GSM എന്നൊക്കെ. എന്താണ് GSM? GSM എന്ന് വെച്ചാൽ ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ എന്നാണ് പറയുക. ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ. ഇത് ഒരു പേപ്പറിനെ നമ്മൾ നിവർത്തി വെച്ച് അതിൻ്റെ ഒരു സ്ക്വയർ മീറ്ററിലുള്ള ഗ്രാമിലുള്ള ഒരു സ്ക്വയർ മീറ്ററിൻ്റെ ഗ്രാമിലുള്ള തൂക്കത്തെയാണ് നമ്മൾ GSM എന്ന് വിളിക്കുക. അപ്പോൾ GSM കൂടിക്കഴിഞ്ഞാൽ പേപ്പറിന് കട്ടി കൂടും.
വെയിറ്റ് വർദ്ധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പേപ്പറിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുമ്പോഴാണ് പേപ്പറിന് GSM കൂടുക. ഇപ്പം GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ, അല്ലെങ്കിൽ പേപ്പറിൻ്റെ ഒരു ബേസിക് വെയിറ്റ് സിസ്റ്റം നമ്മൾ പറയുന്നത് GSM-ലാണ്. പേപ്പറിൻ്റെ വെയിറ്റിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുക അതിൻ്റെ GSM എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിലാണ്. GSM എന്ന് വെച്ചാൽ ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ. അത് ഒരു പേപ്പർ ഷീറ്റിൻ്റെ ഒരു സ്ക്വയർ മീറ്ററിൻ്റെ ഗ്രാമിലുള്ള തൂക്കത്തെയാണ് സൂചിപ്പിക്കുക. അപ്പം പേപ്പറിൻ്റെ GSM എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതയായി തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇനി വ്യത്യസ്തങ്ങളായ GSM ഒന്ന് നോക്കാം. GSM 150 താഴെയുള്ളവയെയാണ് നമ്മൾ പേപ്പർ എന്ന് വിളിക്കുക. GSM 150 താഴെയുള്ളവ. നമ്മളിത് മുൻപ് ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. പേപ്പറുകളെ കുറിച്ച്, ബോർഡുകളെ കുറിച്ചൊക്കെ പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു. GSM 150 താഴെയുള്ളവ മാത്രമാണ് പേപ്പർ. GSM 150 മുതൽ 600 വരെയുള്ളവയെ കാർഡുകൾ എന്ന് നമ്മൾ വിളിക്കുക. കാർഡുകൾ വളരെ കട്ടി കൂടിയതായിരിക്കും, തൂക്കം വളരെയധികം കൂടുതലായിരിക്കും. അടുത്തെന്താണ്? GSM 600-നും മുകളിലുള്ളവയെ അതെന്തായി മാറി? ബോർഡുകളായി മാറി. കാർഡായി, കാർഡ് പിന്നീട് ബോർഡുകളായി മാറി. ഇങ്ങനെ നമുക്ക് ഈ GSM-ന്റെ അടിസ്ഥാനത്തിൽ പേപ്പറിനെ വ്യത്യസ്തങ്ങളായി തരംതിരിച്ചെടുക്കാൻ പറ്റും. കോമൺ പേപ്പർ എന്ന് പറയുന്നത് 150 GSM-ൽ താഴെയുള്ളവയായിരിക്കും. 150 മുതൽ 600 വരെയുള്ളവയെ നമ്മൾ ബോർഡുകൾ എന്ന് വിളിക്കും, കാർഡുകൾ എന്ന് വിളിക്കും. കാർഡുകൾ. അതിനു മുകളിലുള്ളവയെ, അല്ലെ 600-ന് മുകളിലുള്ളവയെ നമ്മൾ ബോർഡുകൾ എന്നാണ് വിളിക്കുക. GSM എന്നതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പദമാണ് റീം എന്നത്. എന്താണ് റീം? റീം എന്ന് വെച്ചാൽ 500 ഷീറ്റ് പേപ്പറുകളുടെ എണ്ണത്തെയാണ് ഒരു റീം എന്ന് നമ്മൾ പറയുക. ഈ 500 ഷീറ്റുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അവ ഒരേ GSM-ൽ ഒരേ വെയിറ്റിലുള്ളതായിരിക്കണം. മറ്റൊന്ന് ഒരേ സൈസിലുള്ളതായിരിക്കണം. ഒരേ സൈസിലുള്ള, ഒരേ തൂക്കത്തിലുള്ള 500 ഷീറ്റ് പേപ്പറുകളുടെ എണ്ണത്തെയാണ് നമ്മൾ റീം എന്ന് വിളിക്കുക. നോർമലി, സാധാരണയായി നമുക്ക് പേപ്പറുകൾ ലഭ്യമാകുക റീം എന്ന കണക്കിലായിരിക്കും. അപ്പോൾ 500 ഷീറ്റ് പേപ്പറുകളുടെ എണ്ണത്തെയാണ് നമ്മൾ ഒരു റീം എന്ന് വിളിക്കുക. ഈ പേപ്പറുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവയെല്ലാം ഒരേ സൈസിലും ഒരേ തൂക്കത്തിലും ഉള്ളവയായിരിക്കണം. ഒരു റീമിലുള്ള പേപ്പറുകളെല്ലാം ഒരേ സൈസിലും ഒരേ തൂക്കത്തിലും ഉള്ളവയായിരിക്കണം. മറ്റു 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് പേപ്പറിന്റെ തൂക്കത്തെ സംബന്ധിച്ചാണ്. പേപ്പറിന്റെ തൂക്കത്തെ സംബന്ധിച്ചുള്ള 2 ടേമുകളിൽ ഒന്നാണ് പേപ്പറിന്റെ ബേസിസ് വെയിറ്റ്. BASIS, ബേസിസ് വെയിറ്റ്. ബേസിസ് വെയിറ്റ് എന്ന് വെച്ചാൽ ഒരു റീം വെയിറ്റിനെയാണ് ബേസിസ് വെയിറ്റ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരു റീം എത്രയാണ്? നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്താ ഒരു റീം എന്ന് വെച്ചാൽ 500 ഷീറ്റ് പേപ്പറുകളുടെ എണ്ണത്തെയാണ് ഒരു റീം എന്ന് പറയുക. അങ്ങനെ ഒരു റീം പേപ്പറുകളുടെ തൂക്കത്തെയാണ്, അല്ലെങ്കിൽ ഒരേ സൈസിലുള്ള ഒരേ തൂക്കത്തിലുള്ള 500 ഷീറ്റ് പേപ്പറുകളുടെ തൂക്കത്തിനെയാണ് ബേസിസ് വെയിറ്റ് എന്ന് നമ്മൾ പറയുക. അല്ലെങ്കിൽ ഒരു റീം പേപ്പറിന്റെ തൂക്കത്തെയാണ് ബേസിസ് വെയിറ്റ് എന്നതുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 70 GSM ഡബിൾ ഡമ്മിയുടെ ഇരട്ടി ആയിട്ടുള്ള പേപ്പറിന്റെ തൂക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബേസിസ് വെയിറ്റ് എന്ന് പറയുന്നത് 18.6 കിലോ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് പേപ്പറിന്റെ ബേസിസ് വെയിറ്റ്, അതായത് ബേസിസ് വെയിറ്റ് എന്ന് വെച്ചാൽ ഒരു റീം പേപ്പറിന്റെ വെയിറ്റ്. ഒരു റീം എന്ന് വെച്ചാൽ എത്രയാണ്? ഒരേ സൈസിലും ഒരേ തൂക്കത്തിലുമുള്ള 500 പേപ്പറുകളുടെ എണ്ണത്തെയാണ് റീം എന്ന് പറയുന്നത്.
ആ പേപ്പറിൻ്റെ തൂക്കത്തെയാണ് നമ്മൾ അതിൻ്റെ ബേസിസ് വെയിറ്റ് എന്ന് പറയുന്നത്. പേപ്പറിൻ്റെ തൂക്കത്തെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാമത്തെ കാറ്റഗറിയാണ് പേപ്പറിൻ്റെ എം വെയിറ്റ്. എം വെയിറ്റ് എന്ന് വെച്ചാൽ ബേസിസ് വെയിറ്റിൻ്റെ ഇരട്ടിയാണ് എം വെയിറ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിസ് വെയിറ്റ് എന്ന് വെച്ചാൽ 500 ഷീറ്റ് പേപ്പറിൻ്റെ തൂക്കമാണ് എങ്കിൽ എം വെയിറ്റ് എന്നത് 1000 പേപ്പറിൻ്റെ അല്ലെങ്കിൽ 1000 ഷീറ്റിൻ്റെ തൂക്കമാണ് എന്നാണ്. അതായത് ദ എം വെയിറ്റ് ഇസ് ദ വെയിറ്റ് ഓഫ് 1000 ഷീറ്റ് ഇൻ എ സെയിം സൈസ് ആൻഡ് വെയിറ്റ്. ഒരേ വെയിറ്റിലും ഒരേ സൈസിലുമുള്ള 1000 പേപ്പർ ഷീറ്റുകളുടെ തൂക്കത്തെയാണ് നമ്മൾ പേപ്പറിൻ്റെ എം വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് 2 റീം പേപ്പറിൻ്റെ തൂക്കം അല്ലെങ്കിൽ ബേസിസ് വെയിറ്റിൻ്റെ ഇരട്ടി ആണ് പേപ്പറിൻ്റെ എം വെയിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ പേപ്പറിനെ അതിൻ്റെ തൂക്കത്തിന് അടിസ്ഥാനമാക്കി നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന് ബേസിസ് വെയിറ്റ്, നമ്മൾ നേരത്തെ കണ്ടു. 500 ഷീറ്റ് പേപ്പറുകളുടെ തൂക്കത്തെ, ആ ഷീറ്റിനൊരു പ്രത്യേകതയുണ്ട്, ഒരേ സൈസിൽ ഒരേ GSM-ൽ ഒരേ തൂക്കത്തിലുള്ള പേപ്പർ ആയിരിക്കണം അത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം എം വെയിറ്റ് ആണ്. എം വെയിറ്റ് എന്ന് വെച്ചാൽ 1000 ഷീറ്റ് പേപ്പറുകളുടെ തൂക്കത്തെ, അപ്പോൾ ബേസിസ് വെയിറ്റിൻ്റെ നേരെ ഇരട്ടി ആണ് എം വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ പേപ്പറിൻ്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. അതിലൊന്ന് റീമാണ്. റീം നമുക്കറിയാം 500 പേപ്പർ ഷീറ്റുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ റീം എന്ന് പറയുന്നത്. 2 ബേസിസ് വെയിറ്റ് ആണ്. ബേസിസ് വെയിറ്റ് 500 ഷീറ്റ് പേപ്പറുകളുടെ തൂക്കമാണ്. മൂന്നാമത്തേത് എം വെയിറ്റ് ആണ്. അത് 1000 ഷീറ്റ് പേപ്പറുകളുടെ തൂക്കമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. പേപ്പറിൻ്റെ സൈസുകളെ കുറിച്ച് പറഞ്ഞു. പേപ്പർ 2ആയി നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഈ 2ആയുള്ള വേർതിരിവും അതിൻ്റെ സൈസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒന്ന് ഇൻ്റർനാഷണൽ പേപ്പർ സൈസുകൾ, 2 കൺവെൻഷണൽ പേപ്പർ സൈസുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ പേപ്പർ സൈസുകൾ. ഇൻ്റർനാഷണൽ പേപ്പർ സൈസുകൾ എ സീരീസ്, ബി സീരീസ്, സി സീരീസ് എന്നിവയാണ്. അതുപോലെ തന്നെ കൺവെൻഷണൽ പേപ്പർ സൈസസ് നമുക്കറിയാം, ഫുൾ സ്കാപ്പ്, ക്രൗണ്, ഡമ്മി, ഇമ്പീരിയൽ, റോയൽ, എലിഫൻ്റ് മുതലായ പേപ്പർ സൈസുകളാണ്. രണ്ടും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം എന്ന് പറയുന്നത് അളക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ നീളത്തെ പരാമർശിക്കുന്ന അതിനെ അടിസ്ഥാനമാക്കി, ഒന്ന് മില്ലിമീറ്ററിലാണെങ്കിൽ മറ്റേത് ഇഞ്ചിൽ. ഇൻ്റർനാഷണൽ പേപ്പർ സൈസുകൾ മില്ലിമീറ്ററിൽ നമ്മൾ അളന്നെടുക്കുന്നു. കൺവെൻഷണൽ പേപ്പർ സൈസുകൾ ഇഞ്ചിൽ നമ്മൾ അളന്നെടുക്കുന്നു. മറ്റ് നമ്മൾ കണ്ട കാര്യം ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച നമ്മളുടെ റീം, ബേസിസ് വെയിറ്റ്, എം വെയിറ്റ് എന്നിവയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നിങ്ങൾ കേട്ട് എഴുതി പഠിക്കുക. ബന്ധപ്പെട്ട് ഇനിയൊരു ക്ലാസ് കൂടിയാണ് നമുക്ക് ഉണ്ടാവുക. ആ ഒരു ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് പേപ്പർ കാൽക്കുലേഷൻ ആണ്. എന്താണ് പേപ്പർ കാൽക്കുലേഷൻ? ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക വർക്കിന് വേണ്ടി എത്ര പേപ്പറുകൾ ആവശ്യമായി വരും എന്നത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അതിന് വ്യത്യസ്തങ്ങളായ ഇക്വേഷൻസ് എല്ലാം ഉണ്ട്. ആ ഇക്വേഷനുകളിലൂടെ എങ്ങനെയാണ് വേസ്റ്റേജ് അടക്കം, എന്താണ് വേസ്റ്റേജ്, ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അച്ചടി ചെയ്യുന്ന സമയത്ത് പേപ്പറുകളെല്ലാം അതിന്റെ മേക്ക് റെഡി പ്രോസസ്സിലടക്കം കുറേയധികം പേപ്പറുകൾ വേസ്റ്റായി വരാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പേപ്പറുകളെ എല്ലാം അടക്കം
എത്ര പേപ്പറാണ് ഒരു പർട്ടിക്കുലർ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായി വരിക എന്നതാണ് പേപ്പർ കാൽക്കുലേഷനിലുള്ളത്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നന്നായി പഠിക്കാനും നന്നായിട്ട് മനസ്സിലാക്കാനും അത് നോട്ടുകളിലേക്ക്, പ്രത്യേകിച്ച് ലെക്ചർ നോട്ടുകളിലേക്ക് മറ്റും പകർത്താനും ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്.